ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ബുച്ചി ബാബു സന സംവിധാനം ചെയ്ത് ഗ്ലോബൽ സ്റ്റാർ രാം ചരൺ എന്നാണ് ടൈറ്റിൽ കൊടുത്തേക്കുന്ന. രാം ചരനും ജാൻവിയും രണ്ടുപേരും പ്രധാന വേഷത്തിലെത്തുന്ന പുതിയ വരുന്ന തെലുങ്ക് ചലച്ചിത്രമാണ് പെഡ്ഡി. ഇത് ആക്ച്വലി ഏപ്രിൽ 30 റിലീസ് എന്നാണ് കേട്ടത്. എനിക്ക് തോന്നുന്നു അതായിരിക്കാം ചാൻസ് കൂടുതൽ. ഇതിൻ്റെ ഒരു പാട്ട്, അതായത് എന്താ പറയുക, 2025 ഒരു പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചിക്രി ചിക്രി എന്ന്. അത് വൈറലായിരുന്നു. അതിൽ രാം ചരൻ്റെ ഡാൻസ് സ്റ്റെപ്പൊക്കെ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. ആൻഡ് ഇത് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത് AR റഹ്മാനാണ്. സോ ഒരു രണ്ടാമത്തെ സോങ് റിലീസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കണ്ടുവെക്കാം. സോങ് നെയിം എന്ന് പറയുന്നത് റൈ റൈ റാ റാ. കണ്ടിട്ട് അതുപോലെ ഒരു ഹിറ്റ് ചാർട്ട് പാട്ട് വരാനാണ് ചാൻസ് കൂടുതൽ. വാ. വൃദ്ധി സിനിമാസ് മൈത്രി മൂവി മേക്കേഴ്സ് പ്രസൻസ്. സുകുമാർ റൈറ്റിംഗ്സ്. സുകുമാർ ഉണ്ട്, പുഷ്പയുടെ ഡയറക്ടർ. മെഗാ പവർ സ്റ്റാർ രാം ചരൺ അനിയാറന്ന മ്യൂസിക്കുകൾ. ഇതാരാണ്? రామచరణ్ పర్ఫెక్ట్ లుక్ కదా. അടുത്ത സ്റ്റെപ്പ് ആദ്യം എനിക്ക് പറയാനുള്ളത് രാം ചരൻ്റെ ആ ഒരു ലുക്കും ആറ്റിറ്റ്യൂഡും ഒക്കെയാണ്. സത്യം പറഞ്ഞാൽ അത് ഫസ്റ്റ് പാട്ടിലും ഞാൻ അത് പറഞ്ഞിട്ടുള്ളതാണ്, ചിക്രി ചിക്രി പാട്ടിലും. അതായത് ഒരു എന്താ പറയുക, ഒരു സൂപ്പറായിട്ട് ഒരു വൈബായിട്ട് ഒരു രാം ചരനെ കാണാനും. പിന്നെ ഭയങ്കര ഫ്ലെക്സിബിളാണ് ആ പാട്ടിലാണ്. ഈ പാട്ടിൽ ആ ഡാൻസ് കളിക്കുന്നുണ്ട്, ഭയങ്കര ഫ്ലെക്സിബിളാണ്, എനർജറ്റിക് ആണ്. ഞാൻ ഈ പാട്ട് പാടിയിരിക്കുന്നത് AR റഹ്മാനാണ്. ആൻഡ് ചിക്രി ചിക്രി പാടിയത് മോഹിത് ചൗഹാനാണ്. പിന്നെ വേറെ ഭാഷകളിലൊക്കെ വേറെ. ഇത് തെലുങ്കിലാണ്. അപ്പോൾ AR റഹ്മാൻ പാട്ടും AR റഹ്മാൻ്റെ വോയിസും കൂടെ ആകുമ്പോൾ പാട്ട് കേൾക്കാനും ഒരു സുഖമുണ്ട്. അത് ഇതിലും ഉണ്ട്. ഒരു ഫാസ്റ്റ് ബീറ്റിലൊക്കെ വന്നിട്ടുള്ള ഒരു നാടൻ പാട്ട്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പോർട്സ് ബേസ്ഡ് പടമാണ്, റൂറൽ സ്പോർട്സ് ബേസ്ഡ് പടം. ആൻഡ് ഇതാ അടുത്ത സ്റ്റെപ്പ് ഇറക്കിയിട്ടുണ്ട് രാം ചരൺ, മെഗാ പവർ സ്റ്റാർ. രംഗസ്ഥലം ഫീലല്ലേ സുകുമാറിന്റെ ഒരു പടമുണ്ട്, രാം ചരൺ. തന്നെ കോസ്റ്റ്യൂംസ് സൂപ്പർ. അതാണ് എന്തൊക്കെയാണ് കളിക്കുന്നത്. വളരെ എലഗന്റ് ആയിട്ടാണ് കളിക്കുന്നത്. ഈ പടത്തിൽ കുറെ ഡാൻസുകളുണ്ട്. ഓ, അഴിഞ്ഞാടുന്ന കേട്ടാ. എന്തോന്നായത്? എനിക്ക് തോന്നുന്നു ഒരു 30-40 സെക്കൻഡോളം ഉണ്ടെന്ന് തോന്നുന്നു. ഫുൾ ഡാൻസ്, അതും പെർഫെക്റ്റ് സാധനം. പുള്ളി അഴിഞ്ഞാടെയാണ്. ആ ഒരു ഫ്ലെക്സിബിളായിട്ടും ആ ഒരു സ്പീഡായിട്ടും എനർജി ആയിട്ടും നന്നായിട്ട്. അതുപോലെ ഇതില് ഇപ്പൊ ചിക്രി ചിക്രിയിലായിരുന്നാലും ഇതിലായിരുന്നാലും ആ ഒരു പ്രത്യേകിച്ച് ഷർട്ട്, ആ ഒരു കോസ്റ്റ്യൂം സൂപ്പറാണ്, നന്നായിട്ട് ചേരുന്നുണ്ട്. കൊള്ളാം, കിട്ടില്ല ഷർട്ടുകൾ ഇടുന്നുണ്ട്. കോസ്റ്റ്യൂം നല്ലൊരു കോസ്റ്റ്യൂം കാര്യങ്ങൾ. ആൻഡ് ഡാൻസ് ചെയ്ത് വേറെ ലെവൽ. ഇതിൻ്റെ ഇടയിൽ ബീറ്റും ഏറാമ നല്ല രീതിക്ക് സ്പീഡിലായിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗെയിമും കാര്യങ്ങളും ഒരുപാട് ഉണ്ടാവില്ല. കുറച്ച് മോട്ടിവേഷൻ. മൊത്തം
ഷൂട്ടിങ് ഡാൻസ് മാസ്റ്ററാ ഡാൻസ്. പിന്നെ റഹ്മാൻ, DOP രത്നവേല, ലിറിക്സ് ആനന്ദ ശ്രീറാം, ജാനി മാസ്റ്റർ, എഡിറ്റിംഗ് നവീൻ നൂരി, പ്രൊഡക്ഷൻ ഡിസൈനർ അവിനാഷ് പള്ള. കാരണം വന്ന എനിക്ക് തോന്നുന്നു ഒരു പാട്ട് നല്ല രീതിക്ക് തന്നെ ബീറ്റൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. ആൻഡ് ജാനി മാസ്റ്ററാണ് ഈ ഡാൻസൊക്കെ നല്ലൊരു കൊറിയോഗ്രാഫി തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ജാനി മാസ്റ്റർ അറിയാം, തളപതിയുടെ ബീസ്റ്റിൽ ഹലമത്തിയ ബീബു, എന്താ പറയുക, എല്ലാം കുറെ ഉണ്ട്, രഞ്ജിതമ്മ, അങ്ങനെ കുറെ പടത്തിലൊക്കെ ജാനി മാസ്റ്ററാണ്. വിജയ്ക്ക് മാത്രമല്ല വേറെ നടന്മാർക്കൊക്കെ ജാനി മാസ്റ്റർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇതിൽ റഹ്മാൻ നന്നായിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ആ ബീറ്റും ഒരു നാട്ടിൻ പുറത്ത് ആ ഒരു ബീറ്റിന്റെ ഇടയിൽ ആ പിള്ളേരുടെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കയറ്റി ആ ഒരു സ്പീഡ് വരുന്നുണ്ട്. ഫാസ്റ്റ് ബീറ്റായിട്ടാണ് ചെയ്യുന്ന, കൊള്ളാം. ഇതിലെനിക്ക് കുറെ കുട്ടികളും കാര്യങ്ങളും ഉണ്ടാവും, ആ കൂടെ കുറഞ്ഞ് കറങ്ങാനും ചാടാനും ഒക്കെ ആയിട്ടൊക്കെ. ആൻഡ് രാംചരന്റെ കാര്യം പിന്നെ പറയണ്ട, റഹ്മാനും കലക്കിയിട്ടുണ്ട്. ക്രിക്കറ്റ് എന്തായാലും എന്തോ ഒരു ഇതായിട്ടുണ്ട്, സ്പോർട്സ് ബേസ്ഡാണല്ലോ. വോയിസ് ഡാൻസ് രക്ഷയില്ല. മാസ്റ്റർ വൈബ്. ഷർട്ട് കണ്ട കിട്ടില്ല, ഷർട്ട് കണ്ട എല്ലാ ഷർട്ടും സൂപ്പർ ഷർട്ടാണ്. ബാക്ക്ഗ്രൗണ്ടും പെട്ടി അത്ര സ്ലോ ആട്ടാണ് ബോളറിയുന്ന ബുച്ചി ബാബു ഫിലിം 13th April തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ സിനിമ റിലീസ് ചെയ്യുന്നത് April 13th 2026 ബുച്ചി ബാബു സാറാണ് സംവിധാനം ചെയ്യുന്നത്. രാംചരൺ, ജാൻവി ഒക്കെയാണ് പേരായിട്ട് ഈ സിനിമയിൽ വരുന്നത് പ്രധാന വേഷങ്ങളിലായി. റഹ്മാനാണ് മ്യൂസിക് ചെയ്യുന്നത്. സുകുമാർ റൈറ്റിംഗ്സിൻ്റെയും അസോസിയേഷൻ വിത്തായിട്ടാണ് വരുന്നത്. മൈത്രി മൂവിക്ക് മേക്കേഴ്സിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ ഒരു സ്പോർട്സ് ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. ഒരു റൂറൽ പടം, ഒരു നാട്ടിൻ പുറത്ത് അവിടുത്തെ ഞാൻ ഇത് കണ്ടപ്പോൾ സുകുമാർ ഇതിൽ എഴുതുന്നുണ്ടായിട്ടുള്ള അതിൽ കാണിക്കുന്നുണ്ട്. സുകുമാർ റൈറ്റിംഗ്സ് അസോസിയേഷൻ വിത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ രംഗസ്ഥലം അതുപോലെയാണ്. ഇതേപോലത്തെ ഒരു നല്ല ഒരുപാട് താടി മുടിയൊക്കെ ഉള്ള ഒരു മേക്കപ്പ്, ആ ഒരു കോസ്റ്റ്യൂമിലൊക്കെയാണ്, എന്താ പറയുക, ഒരു ക്യാരക്ടറിലൊക്കെയാണ് രംഗസ്ഥലം. അതും രാംചരൻ്റെ സിനിമ തന്നെയാണ്, രംഗസ്ഥലം തന്നെയാണ്. സുകുമാറാണ് സംവിധാനം, പുഷ്പയുടെ ഡയറക്ടർ. അപ്പോൾ ആ ഒരു വൈബ് എനിക്ക് തോന്നുന്നുണ്ട്. ആ ഒരു നാട്ടിൻപുറം, ആ ഒരു ഡസ്റ്റ്, ആ ഒരു ബ്രൗണിഷ് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും. അപ്പോൾ ഒരു ക്രിക്കറ്റ് കുറച്ച് കാര്യങ്ങളായിട്ട് വരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇടയിലുള്ള ഫൈറ്റും പിന്നെ ലാസ്റ്റ് കാണിച്ചത് ഒരു മോഡലാണ്. ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിലേക്കൊക്കെ കാണുമ്പോൾ സൂപ്പറാണ്, അതൊക്കെ കാണാനൊക്കെ പറ്റും. മൊത്തത്തിൽ പാട്ട് കിടുക്കിയിട്ടുണ്ട്. നല്ലൊരു പാട്ട് തന്നെയാണ് റഹ്മാൻ കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ലിറിക്സ് ആകട്ടെ, ബീറ്റ് ആകട്ടെ, മ്യൂസിക് ആകട്ടെ, എല്ലാം നല്ല രീതിക്ക് തന്നെ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി റഹ്മാൻ പാടിയതും സൂപ്പറായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഉള്ളതാണ്, ഇപ്പോൾ എല്ലാ പാട്ടിലും ലിറിക്സ് ഒക്കെ കുറവായിരിക്കും, ബട്ട് ഈ പാട്ടിൽ ലിറിക്സ് ഒരുപാടുണ്ട് ആൻഡ് ബീറ്റും ഒരുപാടുണ്ട്. എന്താ പറയുക, രാംചരൻ്റെ ഡാൻസ് നന്നായിട്ട് കളിക്കാനുള്ള മ്യൂസിക്കും ബീറ്റുകളും ഈ പാട്ടിലുണ്ട്. ഒരുപാട് സ്പേസ് ഉണ്ട്. രാംചരനെ എടുത്ത് പറയണം, കാരണം രാംചരൻ്റെ ഡാൻസ് ഇജാതി ഡാൻസ്. പുള്ളി എന്താണ് ഡാൻസ് കളിക്കുന്നത്, അത്രയും ഫ്ലെക്സിബിളായിട്ട്, എലഗൻ്റായിട്ട്, എനർജി ആയിട്ട്, ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പുള്ളി ഡാൻസ് കളിക്കുന്നത്. അതും ഒരു കാണുമ്പോൾ തന്നെ ഇങ്ങനെ ചെയ്യുന്ന നോക്കി പോയി നിൽക്കുകയാണ്. അപ്പോൾ അത്രയ്ക്ക് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇനിയും അടുത്ത പാട്ടുകളിലും കാര്യങ്ങളൊക്കെ ഒരുപാട് സ്റ്റെപ്പുകളും കാര്യങ്ങളും ഉണ്ടാവും. ഇതിപ്പോൾ അടുത്ത റീലിലും കാര്യങ്ങളൊക്കെ കൺഫേം ആയിട്ട് വൈറലാകും. കാരണം ഇത് ഒരുപാട് നന്നായിട്ട് കാലൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, കൈ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. രാംചരൺ നന്നായിട്ട് തന്നെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. രാംചരൺ സൂപ്പർ. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും ഇഷ്ടപ്പെട്ട ആ രാംചരൺ ഇട്ടുകൊണ്ട് നടക്കുന്ന ഷർട്ടുകളാണ്. എല്ലാം കിട്ടില്ല ഷർട്ടുകൾ.
ഒരു ഫുൾ കെയും ഒരു ചെറിയൊരു ലൂസ് പോലത്തെയും ഒരു കിടിലൻ ഷർട്ടുകൾ നന്നായിട്ട് അത് രാംചരന് ചേരുന്നുണ്ട്. നല്ല ഷർട്ടുകൾ ആൻഡ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യം ഞാൻ പറയില്ല, ഒരു ഡസ്റ്റി ആ ഒരു ബിഗ് വിഷ്വൽസ്. പിന്നെ ഞാൻ ഡസ്റ്റി എന്ന് ഉദ്ദേശിച്ച് ഈ ക്രിക്കറ്റ് കളി ആ ഗ്രൗണ്ടൊക്കെ നിങ്ങൾ കാണാം, ഫുൾ പൊടിയും പടലങ്ങളൊക്കെ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും വരാൻ പോകുന്നത്. അപ്പോൾ അതുമായിട്ടുള്ള എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതലായിട്ടും ജാൻവിക്ക് റോളും കാര്യങ്ങളൊന്നും കാണില്ല. ഈ തമിഴ് സിനിമകളിലും തെലുങ്ക് സിനിമകളിലും വരുന്ന പോലെ ഏതെങ്കിലും 2-3 ലവ് സീൻസും പിന്നെ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ളൊരു നായികയാവാനാണ് ചാൻസ് കൂടുതൽ. അതിനപ്പുറത്തേക്ക് ജാൻവിക്ക് ഒരു റോൾ ഉണ്ടോ എന്ന് എനിക്ക് സംശയം തന്നെയാണ്. ആൻഡ് ബുച്ചി ബാബു സാർ എങ്ങനെയാണ് ഈ സ്പോർട്സ് ബേസ്ഡ് പടം ഓഡിയൻസിലേക്ക് പുൾ ഔട്ട് ചെയ്യുന്നതെന്നും കൂടെ കണ്ടു തന്നെ അറിയണം. ബട്ട് എ റഹ്മാൻ്റെ സൈഡിൽ നിന്ന് നല്ല രീതിക്ക് തന്നെ മ്യൂസിക് വരുമെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ എന്താ പറയുക, എപ്പോഴും എ റഹ്മാന് ചില സ്ഥലങ്ങളിലൊക്കെ BGM ഇടാതെ അല്ലെങ്കിൽ BGM കുറച്ച് ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ലൊരു BGM ഒക്കെ ഇടട്ടെ, കാരണം നല്ലൊരു പടം വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കൊരു ഫൈറ്റും ഒരു മോഡേൺ ഫൈറ്റ് അല്ലെങ്കിൽ എൻ്റർടൈനിങ് ഫൈറ്റുകളും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ മൊത്തത്തിലൊരു നല്ലൊരു പടം തന്നെയാണ് പ്രതീക്ഷിക്കുന്ന ഒരു സ്പോർട്സ് ബേസ്ഡ് പടം. ക്രിക്കറ്റാണ് സ്പോർട്സ് ആയിട്ട് വരുന്നത്. പിന്നെ നാട്ടിൻപുറത്തെ കാര്യങ്ങളും കാടും മലയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മുതൽ പാട്ട് കിടുക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് രാം ചരൺ കലക്കിയിട്ടുണ്ട്. സൂപ്പറായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഏറ്റവും മസ്റ്റ് രാം ചരൺ ഇട്ട ആ ഷർട്ടുകൾ, ആ കോസ്റ്റ്യൂംസ് ഒക്കെ വേറെ ലെവലായിരുന്നു. എ റഹ്മാനും അതുപോലെ തന്നെ കലക്കിയിട്ടുണ്ട്. നല്ല വോയിസിൽ നല്ല കിട്ടില്ല ബീറ്റ് ഇട്ടിട്ടുണ്ട്. ആ ബീറ്റ് നന്നായിട്ട് തന്നെ ജാനി മാസ്റ്റർ ഉപയോഗിച്ച് സ്റ്റെപ്പുകളൊക്കെ ഇട്ട് കൊടുത്ത് രാം ചരനെ കളിപ്പിച്ചിട്ടുണ്ട്. രാം ചരൺ അത് നന്നായിട്ട് തന്നെ കളിച്ചിട്ടുമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അന്യല്ല പാട്ടായി പോയല്ലേ, നന്നായിട്ടുണ്ട് പാട്ട്, കിടുക്കാച്ചി പാട്ട്.